അവകാശമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവർക്ക് എന്ത് കിട്ടി? കുറേ കാലമായില്ലേ അവരവകാശമാണെങ്കിൽ എന്തുകൊണ്ട് അത് നടപ്പിലാക്കിയില്ല ഇത്രയും കാലമായിട്ട്? ഞാൻ ഒരു ഏറ്റവും അധികം വികസനം നടത്തിയ ഒരാളുടെ മകളാണ് ഞാൻ കേരളത്തിൽ. അത് ചെയ്യാനുള്ള ധൈര്യമാണ് ഇതിനെല്ലാത്തിനും. പിന്നെ എൻ്റെ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കറപ്ഷൻ ഇല്ലെങ്കിൽ ഇതിനൊന്നും പേടിക്കേണ്ടെന്നാരും. അപ്പോൾ എൻ്റെ ഒരു പോളിസി അതാണ്. ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് ഞാൻ പറയുന്നൊരു കാര്യം എന്താണ്, എനിക്ക് ഒരു അവസരം തരൂ, എനിക്ക് കഴിവുണ്ടോയെന്ന് നിങ്ങളൊന്ന് പരീക്ഷിക്കണ്ടേ. എന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാക്കിയല്ലോ. പക്ഷെ എനിക്ക് വികസനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് തൃശ്ശൂർ. അന്ന് കണ്ട തൃശ്ശൂരാണ്, ഇപ്പോഴും ഒരു വ്യത്യാസവുമില്ല. ഇവിടെ രാത്രി ഒരു 7 മണി കഴിയുമ്പോഴേക്കും ഈ നഗരം ഉറങ്ങും, ഇരുട്ടിലേക്കാവും. ഇപ്പം അതുകൊണ്ട് എന്താ, IT ഫീൽഡിലുള്ളവർ എല്ലാവരും ഇവിടെ നിന്ന് പോവാണ് ആൾക്കാർ. അപ്പോൾ ആ ഒരു നിലയില്ലാതിരിക്കാൻ നമുക്ക് ഇവിടെ തന്നെ ആൾക്കാരെ പിടിച്ചു നിർത്താനും, പിന്നെ ഈവൻ ടൂറിസം എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പലങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് തുടങ്ങിയാൽ ഗുരുവായൂർ വരെ നമുക്ക് ഈ പള്ളികളൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു ടൂറിസത്തിനോട് സാധ്യതയുണ്ട്. പിന്നെ ഒരു ഇൻഫോ പാർക്ക്, അതാണ് എൻ്റെ സ്വപ്നം. കാരണം ഇവിടുത്തെ കുട്ടികൾ ജോലി പുറത്തേക്ക് പോവുക, അവർ പ്രിഫർ ചെയ്യണത് ഒന്നിക്ക് ബാംഗ്ലൂർ ഇല്ലെങ്കിൽ കൊച്ചിയാണ്. തൃശ്ശൂർ അവർ ഇഷ്ടപ്പെടുന്നേ ഇല്ല വരെ. അപ്പോൾ കുട്ടികളെ ഇവിടെ നിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. തൃശ്ശൂരിനെ എന്താ പറയണ്ടേ, എൻ്റെ ആ ഒരു സാംസ്കാരിക തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് നടത്തണം.